മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ദൃശ്യം. ഒരു സാധാരണ കുടുംബനാഥൻ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ നടത്തുന്ന അസാധാരണമായ നീക്കങ്ങൾ വളരെ ആകർഷകമായി അവതരിപ്പിച്ച ഈ ചിത്രം ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലൊട്ടാകെ ഒരു വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുന്നതിൽ ദൃശ്യം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിൻ്റെ കഥ പറച്ചിലിലെ പുതുമയും ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളും മോഹൻലാലിൻ്റെ അതുല്യമായ പ്രകടനവും എല്ലാ ഭാഷകളിലും പ്രേക്ഷകരെ ഒരുപോലെ ആകർഷിച്ചു. ദൃശ്യം 2-ന്റെ കാര്യം എടുത്താലും സ്ഥിതി വ്യത്യസ്തമല്ല. OTT പ്ലാറ്റ്ഫോമിലാണ് ചിത്രം റിലീസ് ചെയ്തതെങ്കിലും അത് ലോകമെമ്പാടുമുള്ള സിനിമാ ആസ്വാദകരിലേക്ക് എത്തിച്ചേർന്നു. ആദ്യ ഭാഗം നൽകിയ അതേ ആകാംക്ഷയും നിലവാരവും രണ്ടാം ഭാഗത്തിനും നിലനിർത്താൻ സാധിച്ചു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇന്ന് വിവിധ ഭാഷകളിലുള്ള സിനിമകൾ എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമായതുകൊണ്ട് തന്നെ ദൃശ്യം പോലുള്ള ലോകോത്തര നിലവാരമുള്ള സിനിമകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ലോകോത്തര നിലവാരം എന്ന് പറയുമ്പോൾ ഈ സിനിമ ഒരുപാട് ഭാഷകളിലേക്ക്, എനിക്ക് തോന്നുന്നു ചൈനീസ് ഭാഷയിലടക്കം ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയുടെ വിജയം മലയാള സിനിമയുടെ മാർക്കറ്റ് ഉയർത്തുക തന്നെ ചെയ്യുകയും ചെയ്തു. ഇനി ദൃശ്യം 3യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പ് ഒരുപക്ഷെ മലയാളം ഒറിജിനലിന് മുമ്പേ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇത് തീർച്ചയായും ഈ സിനിമയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ്. നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇതൊരു അപ്രതീക്ഷിതമായ വാർത്ത തന്നെയാണ്. സാധാരണയായി മലയാളത്തിൽ സിനിമ റിലീസ് ചെയ്ത് അതിൻ്റെ വിജയത്തിന് ശേഷമാണ് മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ ആ പതിവ് തെറ്റിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദൃശ്യം 2 ഹിന്ദി പതിപ്പ് സംവിധാനം ചെയ്ത അഭിഷേക് പഥക് തന്നെയായിരിക്കും മൂന്നാം ഭാഗവും ഹിന്ദിയിൽ ഒരുക്കുക. അദ്ദേഹം കഥയുടെ രൂപരേഖ അജയ് ദേവ്ഗണിനോട് വിവരിക്കുകയും അദ്ദേഹത്തിനെ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നും ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഇതാണ് ഹിന്ദി പതിപ്പ് ആദ്യം പുറത്തിറങ്ങിയേക്കുമെന്നുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അതുപോലെ ജീത്ത് ജോസഫ് എന്ന സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും പ്രതിഭയാണ് ദൃശ്യം സിനിമയുടെ ആത്മാവെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ കഥയോ തിരക്കഥയോ പൂർണ്ണമായി ഹിന്ദി ടീമിന് കൈമാറിക്കൊണ്ട് മലയാളം പതിപ്പിന് മുമ്പ് ഹിന്ദി സിനിമ പുറത്തിറങ്ങാൻ അദ്ദേഹം സമ്മതിക്കുമോ എന്നത് സംശയകരമാണ്. ഒരുപക്ഷെ ഹിന്ദി പതിപ്പിന്റെ തിരക്കഥ മറ്റൊരാൾ തയ്യാറാക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ശ്രമമായിരിക്കാം. എങ്കിലും ജീത്ത് ജോസഫിന്റെ ഒരു സംവിധാന മികവും സൂക്ഷ്മമായ കഥ പറച്ചിലും അതേപടി ഹിന്ദിയിൽ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ മോശമായ ഒരു മത്സരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൃശ്യം എന്ന ബ്രാൻഡിന് ഇന്ത്യ ഒട്ടാകെ വലിയ സ്വീകാര്യതയുണ്ട്. ഒരുപക്ഷെ മലയാളം ദൃശ്യം 3 ആദ്യം പുറത്തിറങ്ങിയാൽ അതിന്റെ കഥയും ക്ലൈമാക്സും എല്ലാവരും അറിയും. അത് പിന്നീട് വരുന്ന ഹിന്ദി റീമേക്കിന്റെ പ്രേക്ഷകരുടെ എണ്ണത്തെ ബാധിച്ചേക്കാം. കാരണം കഥയും സസ്പെൻസും അറിഞ്ഞ ശേഷം സിനിമ കാണുന്നവരുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഹിന്ദി പതിപ്പ് ആദ്യം റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് നിർമ്മാതാക്കൾ ആലോചിക്കുന്നത്. എങ്കിലും മലയാളത്തിലെ ഒറിജിനൽ ദൃശ്യം 3 ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഇന്ത്യ മുഴുവൻ വലിയ വിജയം നേടാൻ സാധ്യതയുണ്ട് എന്നതിൽ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് അറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മലയാളം പതിപ്പ് വലിയ ഹിറ്റായാൽ ഒരുപക്ഷെ ഹിന്ദി സിനിമ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞേക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ചിന്തയും ഹിന്ദി നിർമ്മാതാക്കൾക്ക് വളരെയധികം പേടി നൽകുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ടോക്ക് തന്നെ നടക്കുന്നത്. അത് മിക്കവാറും സത്യമാവാൻ സാധ്യതയുണ്ട്. ഇത് ഒരുപാട് നാളായി നടക്കുന്ന ഒരു ചർച്ചയാണ്. ദൃശ്യം 3 ഹിന്ദി പതിപ്പ് ആദ്യം വരും, അജയ് ദേവ്ഗണിന്റെ പടം ആദ്യം വരും എന്നുള്ള രീതിയിലുള്ള ചർച്ച ഒരുപാട് നാളായി നടക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അജയ് ദേവ്ഗണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു 500 കോടി സിനിമയില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു 500 കോടി സിനിമ നേടാൻ ദൃശ്യം സിനിമ സഹായിക്കും. ഇതിനു മുമ്പും ദൃശ്യമല്ലാതെ മറ്റ് റീമേക്കുകളിലേക്ക് അജയ് ദേവ്ഗൺ എന്ന നടൻ ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു. അതായത് സിംഗം സീരീസ്, അതുപോലെ തന്നെ നമ്മുടെ കൈദിയുടെ റീമേക്ക്, അങ്ങനെ ഒരുപാട് റീമേക്കുകൾ നമ്മുടെ അജയ് ദേവ്ഗൺ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഈ ഒരു സംഭവം. ഇത് എന്തായാലും അജയ് ദേവ്ഗണിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരിക്കും. ദൃശ്യം 3 എന്ന സിനിമയുടെ ദൃശ്യം 2 അടക്കം ഹിന്ദിയിൽ തിയേറ്ററിൽ വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അജയ് ദേവ്ഗണിന് ഇത് വലിയൊരു നേട്ടമായിരിക്കും. എന്തായാലും നമുക്ക് ആഗ്രഹിക്കാവുന്ന ഒരു കാര്യം എന്തായാലും മലയാളം തന്നെ ആദ്യം വരണമെന്ന് തന്നെയാണ്. മലയാളത്തിനെ സംബന്ധിച്ച് മലയാളത്തിന് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് അത്യാവശ്യമാണ്. ആ പാൻ ഇന്ത്യൻ ഹിറ്റ് ലാലേട്ടനെ കൊണ്ട് മാത്രമേ നേടിത്തരാൻ സാധിക്കുള്ളൂ. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇറങ്ങിയ എമ്പുരാനും അതുപോലെ തുടരും എന്ന സിനിമയുടെ കളക്ഷൻ മാത്രം എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലാലേട്ടൻ മാത്രമേ നമ്മളെ സഹായിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എൻ്റെ ഒരു തോന്നല്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്ന് കമൻ്റായി രേഖപ്പെടുത്താം.